കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം, പ്രാർത്ഥന കേട്ടങ്ങടിയാതൻ യാചന നൽകിയനുഗ്രഹിക്കൂ. പ്രാർത്ഥന കേട്ടങ്ങടിയാതൻ യാചന നൽകിയനുഗ്രഹിക്കൂ. എൻ ദൈവമേ, എൻ രക്ഷകാ, എൻ നാഥനേ, എൻ യേശുവേ, നിൻ സന്നിധിയിൽ കുമ്പിടും ഞാൻ, തൃപ്പാദങ്ങൾ മുത്തിടുന്നു. കണ്ണുയർത്തുന്നു ഞങ്ങൾ, കൈകൾ മലർത്തും നിൻ മുൻപിൽ. കണ്ണുയർത്തുന്നു ഞങ്ങൾ, കൈകൾ മലർത്തും നിൻ മുൻപിൽ. ആത്മശരീര മനസ്സുകൾ സന്നിധം അർപ്പിച്ചു കുമ്പിടുന്നു. ആത്മശരീര മനസ്സുകൾ സന്നിധം അർപ്പിച്ചു കുമ്പിടുന്നു. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്യവൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, OVBSൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുക. ഈ ദിവസങ്ങളിൽ നമുക്ക് ധ്യാനത്തിനായിട്ട് ലഭിച്ചിരിക്കുന്ന വിശുദ്ധ വേദഭാഗം 1 തെസ്സലോനിക്കർ 5:16 ആ വേദഭാഗത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാത്തിനും സന്തോഷം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ദൈവേഷ്ടം. എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക, എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തോത്രം കയറ്റുക. അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടമെന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതുകയാണ്. ഇന്നത്തെ നമ്മുടെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് COVID-19 ഈ പ്രയാസ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് കൂടുതൽ സമയം സന്തോഷിക്കേണ്ടത് എന്ന് പലപ്പോഴും നമ്മളൊക്കെ മറന്നു പോകുന്ന ഒരു ജീവിതത്തിലൂടെ നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കൂട്ടുകാരോടൊത്ത്, നമ്മുടെ ബന്ധുമിത്രാദികളോടൊത്ത് നമ്മൾ സന്തോഷത്തോടെ ചിരിച്ചുല്ലസിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഒരു വർഷത്തിന് മുൻപ് വരെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിൽ നിന്നും വിഭിന്നമായിട്ട് അവരവരുടെ മുറികളിലേക്ക്, അവരവരുടെ വീടുകളിലേക്ക് നമ്മളെല്ലാം ചുരുങ്ങിപ്പോയിരിക്കുന്ന ഒരു കാലഘട്ടമായത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ കർത്താവ് പറഞ്ഞ ഈ വാക്യങ്ങൾ, പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുന്ന ഈ വാക്യങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നമ്മുടെ ഈ OVBSൻ്റെ ഈ ചെറിയ നാളുകൾ നമുക്ക് തരേണ്ടത്. എല്ലായ്പ്പോഴും ദൈവത്തിൽ ചേർന്ന് നിന്ന് സന്തോഷിക്കുവിനെന്നാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായിട്ട് വിശുദ്ധമായ ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, OVBSൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് എല്ലാ ദിവസവും സന്തോഷിക്കുവാനായിട്ട്, എല്ലായ്പ്പോഴും സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ എല്ലാം ദുഃഖങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തോട് കൂടുതൽ ചേർന്നിരുന്ന് സന്തോഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ എല്ലാം ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാം ചിന്തകളുമാണ് പലപ്പോഴും നമ്മുടെ എല്ലാം ദുഃഖങ്ങൾക്ക് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ പലതും സമ്പാദിക്കണമെന്നും പലതും ആയിത്തീരണമെന്നുമൊക്കെയുള്ള ചിന്തകൾ നമ്മളെ മുൻപോട്ട് നയിക്കുമ്പോൾ, ചിലതിലൊക്കെ നഷ്ടബോധങ്ങൾ നമ്മൾ മുൻപോട്ട് നയിക്കുമ്പോൾ, അവിടെയെല്ലാം പലതും നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ചിന്തകളാണ് നമ്മുടെ സന്തോഷങ്ങളെ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മളിൽ നിറവേറിയത് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് ദൈവത്തിന് സ്തുതി കരയേറ്റി സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ഓരോ പ്രവൃത്തികളിലും കൂടുതൽ സമയം സന്തോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തോടുള്ള ബന്ധവും ചേർച്ചയും മാത്രമാണ്
നമ്മളെ കൂടുതലായിട്ട് ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുക, ദൈവത്തിൻ്റെ ആ വലിയ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുക എന്ന് ഓർക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് സ്ലീഹ പ്രകാരം പറയുന്നത്, നിങ്ങളെല്ലാം ഇപ്പോഴും പ്രാർത്ഥനയോടുകൂടി ദൈവത്തോട് ചേർന്നിരിക്കുക. ഇതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് സന്തോഷം, സ്തോത്രം കരയേറ്റുവാനായിട്ട് നമ്മളെല്ലായ്പ്പോഴും ശ്രമിക്കുക. നമ്മുടെ എല്ലാ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. രാവിലെയും വൈകുന്നേരവുമൊക്കെ 7 യാമ പ്രാർത്ഥനകൾ നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നവരാണ്. ആ പ്രാർത്ഥനയിലെല്ലാം ദൈവത്തോട് ചേർന്നിരിക്കുക. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കണം, ഭക്ഷണത്തിന് ശേഷം പ്രാർത്ഥിക്കണം. നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് മുൻപും ഏതൊക്കെ സമയത്ത് പ്രാർത്ഥിക്കണം, ഏതൊക്കെ പ്രാർത്ഥനകൾ ചൊല്ലണമെന്ന് നമ്മുടെ പാമ്പാക്കുട നമസ്കാരങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകളെല്ലാം ഉരുവിട്ടുകൊണ്ട്, അതുപോലെ ജീസസ് പ്രയർ നമ്മുടെ വലിയൊരു ശക്തിയാണ്. ആ ജീസസ് പ്രയർ നമ്മുടെ മനസ്സിലെല്ലായ്പ്പോഴും ഉരുവിട്ടുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ചിരിക്കാൻ ഏറ്റവും വിഷമമുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുണ്ട്. മനസ്സിലും മുഖത്തും ഒരു നല്ലൊരു ചിരി, എല്ലാം മറന്നുള്ള ഒരു ചിരി നമ്മുടെ മുൻപിലേക്ക്, നമ്മുടെ മുൻപിലുള്ളവർക്ക് വച്ച് നീട്ടാൻ പലപ്പോഴും വിഷമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ, എല്ലാവരോടും സന്തോഷത്തോടെ പെരുമാറാൻ, മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള ഒരു വലിയ കഴിവ് മനുഷ്യന് ദൈവം തന്നിട്ടുള്ളതാണ്. ആ വലിയ കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഒരു വലിയ അനുഭവമാണ്, അനുഗ്രഹമാണ് എന്നോർക്കുക. നമ്മുടെ എല്ലാം ജീവിതങ്ങളിലെ പ്രയാസങ്ങളെ, നമ്മുടെ എല്ലാം വൈഷമ്യങ്ങളെ നീക്കിക്കളഞ്ഞുകൊണ്ട് നല്ലൊരു ജീവ ഔഷധമായിട്ട് ചിരി എന്ന് പറയുന്ന, സന്തോഷം എന്ന് പറയുന്ന അനുഭവം നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് OBBSൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് എല്ലായ്പ്പോഴും സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെയും ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് തമ്പുരാനോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ഒരവധിക്കാലം എബി തൻ്റെ കൂട്ടുകാരനായ ജോയലിൻ്റെ വീട്ടിലെത്തി. എബിയെ കണ്ടിട്ടും വലിയ ശ്രദ്ധ കൊടുക്കാതെ ജോയൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ജോയൽ, ഞാൻ വന്നിട്ട് നീ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ഈ കളിയൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. എന്തുണ്ട് ബി വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു ആൻറ്റി. ജോയലിനെ കളിക്കാനൊന്നും കാണാത്തത് കൊണ്ട് തിരക്കാമെന്ന് വിചാരിച്ച് വന്നതാ. എന്ത് ചെയ്യാനാ മോനെ, പറഞ്ഞാ കേക്കണ്ടേ? അവൻ എപ്പോഴും ഫോണിൽ തന്നെയാ കളി. കണ്ടോ, ഈ ഗെയിം ഞാൻ ജയിച്ചു. ഇങ്ങനെ തന്നെ കളിക്കുന്നതിൽ ഒരു രസവും എനിക്ക് തോന്നുന്നില്ല. ഡാ, ചേച്ചി ഹോസ്റ്റലിൽ പോയ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്, ഒരു സന്തോഷവും ഇല്ല. അതാ ഞാൻ ഗെയിം കളി തുടങ്ങിയത്. അപ്പോൾ ഒറ്റയ്ക്കാണെന്ന് തോന്നത്തില്ലല്ലോ. അതിന് മൊബൈൽ തന്നെ വേണമെന്നില്ലല്ലോ. വേറെ എന്ത് ചെയ്യാനാ? നീ ഈ മുറ്റത്തോടൊന്ന് ഇറങ്ങടാ. ചേച്ചി നട്ട എന്തൊക്കെ ചെടികളാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ പരിപാലിച്ചാൽ കിട്ടുന്ന സന്തോഷം ഈ ഫോണിൽ നിന്ന് കിട്ടില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ ജോയൽ, വേറൊരു ദിവസം വരാം. എബിയെ യാത്രയാക്കി ജോയൽ ആകെ അലങ്കോലമായി കിടക്കുന്ന ചെടികളെ കാണുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം എബി വീണ്ടും ജോയലിനെ കാണാനെത്തി. വളരെ സന്തോഷത്തോടെ ജോയൽ തൻ്റെ പൂന്തോട്ടത്തിൽ നിന്ന് ഓടി വന്നു. ഹായ് ജോയൽ, നീ വളരെ സന്തോഷവാനാണല്ലോ. അതേ ബി, നീ അന്ന് പറഞ്ഞത് വളരെ ശരിയാ. ഈ ചെടികൾ വളരുന്നതും പൂക്കൾ ഉണ്ടാകുന്നതുമൊക്കെ കാണുന്ന സന്തോഷം ഫോണിൽ കളിച്ചാൽ കിട്ടില്ലടാ. ഇനിയിപ്പോൾ ചേച്ചി വെക്കേഷൻ വരുമ്പോൾ ഒത്തിരി സന്തോഷമാവുമല്ലോ. അതെ അതെ, ഞാൻ മാത്രമല്ല, അപ്പേ അമ്മേ ഇവിടെ വരുന്ന എല്ലാവരും ഈ പൂക്കളെ സന്തോഷത്തോടെ നോക്കുന്ന കാണുമ്പോൾ ഒത്തിരി അഭിമാനം തോന്നും. ഗുഡ് ഈവനിങ് കുഞ്ഞു കൂട്ടുകാരെ. വെൽക്കം ടു ദി 5th ഡേ ഓഫ് റൂട്ട്സ് വിത്ത് OBBS ക്ലാസ്. 4 ദിവസം കഴിഞ്ഞു അല്ലേ? അടിച്ചു പൊളിച്ചില്ലേ 4 ദിവസം? എന്ത് നല്ലൊരു ക്ലാസ്സും അല്ലേ, ആക്ടിവിറ്റിയും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ഇന്നത്തെ ലെസൺ എന്തുവാ? എപ്പോഴും സന്തോഷിപ്പിക്കും. ഇതാരാ? സ്മൈലി അല്ലേ? നമ്മൾ എപ്പോഴാ സ്മൈൽ ചെയ്യുന്നേ?
മനസ്സ് നിറച്ച് സന്തോഷം വരുമ്പോഴാണ് നമ്മുടെ മുഖത്ത് ചിരി വരുന്നത്. അപ്പോഴാണ് നമ്മൾ സ്മൈൽ ചെയ്യുന്നത് അല്ലെ. നമ്മള് എവിടെ പോയി നോക്കിയാലും ഇങ്ങനെയാണ് സ്മൈലിയുടെ പടം അല്ലെ. ഈ ലോകത്ത് എവിടെ ചെന്നാലും സ്മൈലിയുടെ പടം ഇങ്ങനെയാണ്. When do we smile? When our hearts are filled with joy. So എപ്പോഴും നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമുക്ക് സന്തോഷം മുഖത്ത് ചിരിയുള്ള പിള്ളേരെ എല്ലാം ഇഷ്ടം. VBS ക്ലാസ്സിലായിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സ്മൈൽ ചെയ്തിട്ട് സന്തോഷത്തോടെ ചിരിച്ചിട്ട് ഒരു ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കാൻ. പക്ഷെ ഇപ്പൊ VBS ക്ലാസ്സിലല്ലാത്തോണ്ട് അമ്മയ്ക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് മുഖത്തൊരു ചിരി ഉണ്ടാവണം. അപ്പൊ നോക്കാം അമ്മ ചിരിക്കുമെന്ന് നോക്കാം. ചിരിച്ചോണ്ടൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് വാ. കൊടുത്തോ? അമ്മ ചിരിച്ചോ? ആ കണ്ടോ, നമ്മൾ ചിരിക്കുമ്പോ ബാക്കിയുള്ളവരും നമ്മളെ നോക്കി സന്തോഷത്തോടെ സ്മൈൽ ചെയ്യും. നമുക്ക് എല്ലാവർക്കും അങ്ങനെ മുഖത്ത് ചിരിയുള്ള കുട്ടികളെയാണ് ഇഷ്ടം അല്ലെ. ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോ അടുത്തിരിക്കുന്ന കുട്ടികളുടെ മുഖത്ത് സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷം തോന്നും. പിണങ്ങി ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇഷ്ടമാവോ? ഇല്ല. അപ്പൊ അമ്മ പിണങ്ങി സങ്കടപ്പെട്ട് മാറിയിരിക്കുകയാണെങ്കിലോ അപ്പോഴും നമുക്ക് സങ്കടം വരില്ലേ. അപ്പൊ നമ്മൾ തന്നെ സന്തോഷിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്. ബാക്കിയുള്ളവരും സന്തോഷിച്ചിരിക്കുന്നതാണ് നമുക്ക് ഇഷ്ടം. നമുക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ പറ്റുക? നമ്മള് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ നമുക്ക് ഒന്ന് പറഞ്ഞു തരുന്നത് അനുസരിക്കുമ്പോഴാണ് നമുക്ക് നല്ല സന്തോഷം വരുന്നത്. ഒരു വീഡിയോ കണ്ടില്ലേ, അതിൻ്റെ അകത്ത് എന്താ സംഭവിച്ചേ? എബി വന്ന് കുറെ ദിവസമായിട്ട് ജോയലിനെ കാണാനായിട്ട് എബി വന്ന് നോക്കുമ്പോൾ ജോയൽ ഫുൾ ടൈം ഇരുന്ന് മൊബൈൽ ഗെയിം കളിച്ചോണ്ടിരിക്കും. എന്നിട്ട് എന്തെങ്കിലും സന്തോഷമുണ്ടോ ജോയലിന്? സന്തോഷമില്ല. ജോയൽ പറഞ്ഞു എനിക്കൊരു സന്തോഷമില്ല, ചേച്ചി പോയതോടെ എനിക്കൊരു സന്തോഷമില്ല. അപ്പൊ എബി എന്താ പറഞ്ഞു കൊടുത്തേ? മൊബൈൽ മാറ്റി വെച്ചിട്ട് വന്ന് വീടിന്റെ ഗാർഡന്റെ അകത്തൊക്കെ നടന്ന് എന്തോരം ചെടിയുണ്ട് കണ്ടോ. നിങ്ങളുടെ വീടുകളിലൊക്കെ ഗാർഡൻ ഇല്ല? അമ്മ ചെടിച്ചട്ടിക്കകത്തൊക്കെ ഒത്തിരി പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടില്ലേ? ബാൽക്കണി വെച്ചിട്ടുണ്ടോ? വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടുണ്ടോ അല്ലെ? ഹാങ്ങിങ് പോട്ട്സ് ഉണ്ടോ? അപ്പൊ എന്താ നിങ്ങൾ ചെയ്യണ്ടേ? അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്ന് അതിൽ എന്തെങ്കിലും വീഡ്സ് ഉണ്ടോ നോക്കി അത് പറിച്ചു കളഞ്ഞ് എല്ലാം നല്ലതാണോ നോക്കി എല്ലാ ചട്ടിയൊക്കെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ അമ്മയെ ഹെൽപ്പ് ചെയ്യണം. ഗാർഡൻ്റെ അകത്തൊക്കെ നടക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നും. നിങ്ങൾക്ക് ചിലവർക്ക് പെറ്റ്സ് ഉണ്ടോ അല്ലെ? പൂച്ചക്കുട്ടിയോ പട്ടിക്കുട്ടിയോ ഒക്കെ ഉണ്ടാവും പെറ്റ്സ് ആയിട്ട്. ചിലരുടെ വീട്ടില് നല്ല എക്വേറിയം കാണും, അതിന്റെ നല്ല കുഞ്ഞു നല്ല പല കളറിലെ ഫിഷ് ഉണ്ടോ അല്ലെ? അപ്പൊ അതൊക്കെ വെച്ച് നമ്മള് ഇങ്ങനെ അതിനെയൊക്കെ നോക്കി സംരക്ഷിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സന്തോഷം തോന്നും. അപ്പൊ എന്നിട്ട് ജോയൽ എന്ത് ചെയ്തു? ജോയൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സന്തോഷമായി. അതുപോലെ നമ്മൾ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് അവര് പറയുന്ന നന്മയെല്ലാം മനസ്സിലാക്കി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷം വരും. ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ കുഞ്ഞു പിള്ളേരല്ലേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒക്കെ സഹായം വേണം. അമ്മേ എന്റെ ഡ്രസ്സ് എടുത്തുക, അമ്മ എനിക്ക് ഇച്ചിരി ഭക്ഷണം എടുത്തുക അല്ലെ? എല്ലാം നിങ്ങൾ ആരുടെയെങ്കിലും ആശ്രയിച്ചെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ അത് അവരൊക്കെ പറയുന്നത് നമ്മൾ അനുസരിച്ച് വേണം ചെയ്യാൻ. എന്തൊക്കെ കാര്യങ്ങളാ വീട്ടില് പറഞ്ഞു തരുന്ന പപ്പ അമ്മയൊക്കെ എന്തോ പറഞ്ഞു തരുന്നേ? ആദ്യം തന്നെ പപ്പ അമ്മ എന്തോ പറയുന്നേ? എഴുന്നേറ്റ് ഉടനെ യേശുവെടുത്ത് പ്രാർത്ഥിക്കണം. പഠിക്കാൻ തുടങ്ങുന്ന മുന്നേ യേശുവെടുത്ത് പഠിക്കാനായിട്ടുള്ള ബുദ്ധിയും ശക്തിയും തരണമെന്ന് പറയും അല്ലെ? പിന്നെന്തൊക്കെ പറയും? ഈ ബുക്കിനകത്ത് നോക്കിയാൽ കാണാം അല്ലെ? എന്തൊക്കെയാ അവര് പറഞ്ഞു തരുന്നേ? യേശുവെടുത്ത് പ്രാർത്ഥിക്കണം, റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. തന്നെയൊന്നും റോഡിലേക്ക് ഇറങ്ങി പോരുത് കേട്ടോ, വണ്ടിയൊക്കെ വന്നിടിക്കും, ഭയങ്കര തിരക്കായിരിക്കും, സൂക്ഷിച്ചു വേണം. പിന്നെന്താ പറയുന്നേ? കളിക്കുമ്പോ ശ്രദ്ധിക്കണം അല്ലെ? അവിടെ പോയി സ്വിങ്ങിലൊക്കെ കളിക്കുമ്പോ വേറെ കുട്ടികളുടെ മേത്തൊന്നും പോയി ഇരിക്കരുത് ഒക്കെ പറഞ്ഞു തരത്തില്ലേ? പിന്നെ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് പോവാണെങ്കിൽ ശ്രദ്ധിച്ചു വേണം ഇറങ്ങാനായിട്ട്, ഇറങ്ങി ചാടരുത്. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു തരും. അതെല്ലാം നമ്മൾ നല്ലപോലെ ഓർത്തിരിക്കണം. അപ്പൊ അമ്മ പറഞ്ഞു തരുന്ന കാര്യം പിറ്റേ ദിവസവും അമ്മ പറയാതെ തന്നെ മോൻ അത് അനുസരിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് പിന്നെയും നല്ല സന്തോഷം തോന്നും. ബുക്സ് എല്ലാം അടുക്കി വെച്ച മോനെ എന്ന് പറഞ്ഞു തന്നാൽ ഇന്ന് അതെല്ലാം അടുക്കി വെക്കും. നാളെ ക്ലാസ് കഴിയുമ്പോൾ വീണ്ടും അതേപോലെ എല്ലാം നീറ്റായിട്ട് അടുക്കി വെക്കും.
അങ്ങനെ നമ്മള് എല്ലാ നേരവും ഓരോരുത്തർ പറഞ്ഞു തരുന്ന നല്ല കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നമ്മള് നല്ലപോലെ സന്തോഷിച്ച് വേണം എപ്പോഴും ഇരിക്കും. എന്നിട്ട് നമ്മൾ എന്തൊക്കെയാ വീട്ടിൽ ചെയ്യുന്നത്, എന്തൊക്കെ പറയുമ്പോഴാണ് സന്തോഷം വരുന്നത്, അതൊക്കെ നമ്മള് മാതാപിതാക്കൾ പറഞ്ഞ നല്ല കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതാൻ പറ്റുവാണെങ്കിൽ എഴുതി വെക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി ചെയ്യാം. ഇതില് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുടെ പടങ്ങളുണ്ട്. സ്ഥിരം ഇതെന്ത് കുട്ടി പ്രാർത്ഥിക്കുക അല്ലേ, മക്കളും പ്രാർത്ഥിക്കത്തില്ല എല്ലാ ദിവസവും. അപ്പം കുട്ടി പ്രാർത്ഥിക്കുക. അപ്പൊ എന്തോ എഴുതണ്ടേ ഇവിടെ? പ്രേ. ഈ കുട്ടിയോ പാട്ട് പാടുക. അപ്പൊ നമ്മൾ എന്തോ എഴുതണ്ടിയേ? സിങ്. ഈ കുട്ടികളോ പിക്ചർ കളർ ചെയ്യുക. അപ്പൊ കളർ. ഇവിടെ കുട്ടികളെല്ലാം കൂടെ ചേർന്നവര് കളിക്കുക. അപ്പൊ നമ്മൾ എന്തോ എഴുതണ്ടേ? പ്ലേ. ഈ കുട്ടി ബുക്ക് വായിക്കുക അല്ലെ, നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. അപ്പൊ ഇവിടെ റീഡ് എഴുതണം. എന്നിട്ട് നമ്മൾ ഈ വേർഡ്സ് എല്ലാം കൂടെ എടുത്തിട്ട് ഈ ക്രോസ് വേർഡിന്റെ അകത്ത് എഴുതണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വായിക്കാൻ പറ്റുന്ന വേർഡ്സ് ആയിരിക്കണം. അപ്പൊ നമ്മള് ആദ്യത്തെ അകത്ത് സ്റ്റാർട്ടിങ് വിത്ത് നമ്മൾ ആദ്യം അക്രോസ് ഉള്ളത് ഫില്ല് ചെയ്യാം. 6 letters ഉള്ള വേർഡ് ഏതാ ഉള്ള ഇതില്? കളർ. ഇതിന്റെ അകത്ത് COLO കറക്റ്റ് ആയിട്ട് വന്നു അല്ലെ, COLOUR കളർ. പിന്നെ നമുക്ക് പിന്നുള്ള വേർഡ് ഇവിടെ L വന്നില്ലേ, അപ്പൊ നമുക്ക് PL വെച്ച് വരുന്ന വേർഡ് പിന്നെ എന്തുവാ? പ്ലേ. അപ്പൊ PLAY പ്ലേ. പിന്നെ P വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് Y വെച്ച് എൻഡ് ചെയ്യുന്ന വേർഡ് ഏതാ? പ്രേ. അപ്പൊ ഇത് PRAY പ്രേ. അത് കഴിഞ്ഞിട്ട് G വെച്ച് എൻഡ് ചെയ്യുന്ന വേർഡ് ഏതാ? സിങ് അല്ലെ, SING സിങ്. പിന്നെ ബാക്കിയുള്ള വേർഡ് ഏതാ? റീഡ് അല്ലെ. അതപ്പോ നമുക്ക് എവിടെ അങ്ങനെ കംപ്ലീറ്റ് ആയില്ലേ? നല്ല രസമില്ലേ ആക്ടിവിറ്റി? ഇത് ചെയ്തിട്ട് ടീച്ചറിനെ കാണിച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് അടുത്ത ആക്ടിവിറ്റി ഏതാ? നമ്മള് കളറിങ്. ഇതിലെ പടത്തിൽ എന്തോ നമ്മൾ കാണുന്നേ? ഈ പപ്പയുടെ മടിയിലിരുന്ന് പപ്പ വായിച്ചു കൊടുക്കണം ബൈബിള്. മോന് മനസ്സിലാവാത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്. അപ്പൊ മോനും എല്ലാ ദിവസവും വൈകുന്നേരം പപ്പയുടെ അടുത്ത് പറഞ്ഞു, പപ്പ ബൈബിള് വായിച്ചു തരണം, എനിക്ക് കഥ പറഞ്ഞു തരണം ബൈബിളിലെ എന്ന് പറയുമ്പോൾ പപ്പ പറഞ്ഞു തരും. മക്കൾ ഇത് നല്ലപോലെ കളർ ചെയ്യണേ, നല്ല നീറ്റായിട്ട് കളർ ചെയ്യണം. ഇന്ന് വൈകിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ പപ്പ എടുത്ത് പറയണം സങ്കീർത്തനം 37 4-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ വായിച്ചു തരാൻ പറയണം കേട്ടോ. നമുക്കിനി എപ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ടോ? ഇല്ല. നമുക്ക് സന്തോഷം തോന്നുന്ന എപ്പോഴാ? മറ്റുള്ളവരുടെ കൂട്ടത്തിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മള് യേശുവിനെ പ്രാർത്ഥിക്കുന്ന സമയത്ത്. യേശുവിനെ നമ്മുടെ കൂട്ടത്തിലുള്ളപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്. അപ്പൊ ആ 3 വാക്കുകൾ വെച്ചിട്ട് നമുക്കൊരു വേർഡ് ഉണ്ടാക്കാം. സന്തോഷം എന്നാണ് മീനിങ് വരുന്ന വാക്ക്. അപ്പൊ ഈ വേർഡ്സിന്റെ ആദ്യത്തെ അക്ഷരം എടുക്കണം. ഏത് ആദ്യത്തെ അക്ഷരം? അതേഴ്സിന്റെ O എടുക്കണം, ജീസസിന്റെ J എടുക്കണം, യുവിന്റെ Y എടുക്കണം. അത് എന്നിട്ട് ഈ 3 ബോക്സിൽ എഴുതണം. പക്ഷെ അത് 3 വേർഡ് അങ്ങനെ ലെറ്റേഴ്സ് അങ്ങനെ എഴുതി അതിന് മീനിങ് ഇല്ല. അത് നമ്മള് ഓർഡർ മാറ്റിയിട്ട് കറക്റ്റായിട്ട് എഴുതുമ്പോൾ നമുക്ക് സന്തോഷം, ഹാപ്പിനെസ് വരുന്ന ഒരു വേർഡ് വരും. അതിൻ്റെ അകത്ത് ഫിൽ ചെയ്യണം കേട്ടോ. മെമ്മറി വേഴ്സ് പഠിക്കണ്ടേ? ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര. റോമൻ ലേഖനത്തിൽ 14-ാം അധ്യായത്തിൽ 17-ാം വാക്യം പഠിച്ചു വെക്കണം കേട്ടോ. നല്ല വാക്യാണേ. നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ചെയ്യാൻ വിട്ടുപോയി. എന്തുവാണ്? നമ്മുടെ സ്റ്റിക്കർ ഒട്ടിക്കണം അല്ലേ? ക്രൗണില് സ്റ്റിക്കർ ഒട്ടിക്കണം. കർത്താവിൽ സന്തോഷിക്കാം. ഓക്കെ, 5 എണ്ണമായി. ഇനി നാളത്തെ സ്റ്റിക്കറും കൂടെ ഒട്ടിക്കുമ്പോൾ നമ്മുടെ ഫുൾ ക്രൗൺ ആയി കഴിയും. നാളെയാണ് നമ്മുടെ ലാസ്റ്റ് ഡേ. അപ്പൊ നാളെ നമ്മൾ പള്ളി വെച്ച് OVBS നടത്തുമായിരുന്നെങ്കിൽ നമുക്ക് നല്ല കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്ന് നമുക്ക് നല്ല ലവ് ഫീസ്റ്റും ഒത്തിരി കളികളൊക്കെ ആയിട്ട് നമുക്ക് നാളത്തെ ലാസ്റ്റ് ഡേ അടിച്ചു പൊളിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പറ്റാത്തോണ്ട് എന്ത് ചെയ്യണം? നാളെ
നാളെ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വേണം ഈ ലെസൺ കേൾക്കാൻ. എന്നിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ, നമുക്ക് ഈ ലെസൺ അവസാനിപ്പിക്കാം. ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. ഓക്കെ. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ നല്ല മക്കളായി ജീവിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ പപ്പയും അമ്മയും ടീച്ചേഴ്സും പറഞ്ഞു തരുന്ന നല്ല കാര്യങ്ങളെല്ലാം ഞങ്ങളെ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിക്കുവാൻ, മനസ്സിലാക്കി ജീവിക്കാൻ സഹായിക്കണമേ. ആമേൻ. ഇന്നത്തെ ലെസൺ കഴിഞ്ഞു. ഇന്നത്തെ ലെസണിൽ എന്തോ ടീച്ചർ പഠിപ്പിച്ച, എന്തോ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് പപ്പയമ്മയും ചോദിക്കുമ്പോൾ എന്താ നിങ്ങൾ പറയാൻ പോന്നെ? മാതാപിതാക്കളും ടീച്ചേഴ്സും പറഞ്ഞു തരുന്ന നല്ല കാര്യങ്ങൾ അനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കാനാണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത്, അല്ലേ? നല്ല കാര്യങ്ങൾ എന്തൊക്കെ അവർ പറഞ്ഞു തന്നു അതെല്ലാം നമ്മൾ മനസ്സിലാക്കി അതനുസരിക്കും നമുക്ക് സന്തോഷം വരും. അപ്പൊ അനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. ഓക്കെ. Behold, behold, I stand at the door and knock, knock, knock. Behold, behold, I stand at the door and knock, knock, knock. If anyone hear my voice, if anyone hear my voice, and will open, open, open the door, I will come in. Behold, behold, I stand at the door and knock, knock, knock. Behold, behold, I stand at the door and knock, knock, knock. If anyone hear my voice, if anyone hear my voice, and will open, open, open the door, I will come in. Behold, behold, I stand at the door and knock, knock, knock. Behold, behold, I stand at the door and knock, knock, knock. If anyone hear my voice, if anyone hear my voice, and will open, open, open the door, I will come in. Open, open, open the door, I will come in. നമസ്കാരം, ഞാൻ മെൽവിൻ തോമസ് മുരിക്കിങ്ങൽ, കൊച്ചി ഭദ്രാസന സൺഡേ സ്കൂളിന്റെ തൃശൂർ ജില്ലാ ഇൻസ്പെക്ടറാണ്. തേനൂറുന്ന മധുരസ്മരണകൾ ഉയർത്തിക്കൊണ്ട് ഒരു OVBS കൂടി സമാഗതമായിരിക്കുകയാണ്. കോവിഡിന്റെ ഈ പ്രതിസന്ധികൾക്കിടയിൽ നേരിട്ടല്ല, ഓൺലൈനായി ഭദ്രാസന തലത്തിലാണ് നാം ഇത് സംഘടിപ്പിക്കുന്നത്. ഈ പുതിയ ഉദ്യമത്തിന് തൃശൂർ മേഖലയുടെ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു.
ഞാൻ ജോളി കെ വിൽസൺ. കൊച്ചി ഭദ്രാസനത്തിലെ തൃശൂർ മേഖലയിലെ സൺഡേ സ്കൂളുകളുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ഉത്സാഹപൂർവ്വം ആഘോഷിച്ചിരുന്ന OVBS കഴിഞ്ഞ വർഷം നടത്തുന്നതിന് നമുക്ക് സാധിച്ചില്ല. ഈ വർഷവും അതേ അവസ്ഥ തന്നെ സംജാതമായപ്പോൾ എല്ലാ കുട്ടികളിലേക്കും OVBS എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊച്ചി ഭദ്രാസനം ആരംഭിക്കുന്ന ഈ ഓൺലൈൻ OVBSലേക്ക് എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. നന്ദി. Pipi vandi pom pom, pipi vandi pom, pipi vandi pom pom, pipi vandi pom. മോർണിംഗിൽ ഡ്രൈവർ അങ്കിൾ വണ്ടി വന്നു എടുക്കുന്നു. ഗൂഗിൾ ആൻഡി ചൊല്ലും വഴിയെ അങ്കിൾ യാത്ര തുടങ്ങുന്നു. മോർണിംഗിൽ ഡ്രൈവർ അങ്കിൾ വണ്ടി വന്നു എടുക്കുന്നു. ഗൂഗിൾ ആൻഡി ചൊല്ലും വഴിയെ അങ്കിൾ യാത്ര തുടങ്ങുന്നു. Take right, take left, go straight and stop there. Take right, take left, go straight and stop there. അതിരാവിലെ കുഞ്ഞുങ്ങൾ നമ്മൾ പ്രാർത്ഥനയാൽ യാത്ര തുടങ്ങാം. സർവശക്തൻ യേശുനാഥൻ ചൊല്ലും വഴിയെ പോയിടാം. അതിരാവിലെ കുഞ്ഞുങ്ങൾ നമ്മൾ പ്രാർത്ഥനയാൽ യാത്ര തുടങ്ങാം. സർവശക്തൻ യേശുനാഥൻ ചൊല്ലും വഴിയെ പോയിടാം. Take right, take left, go straight and stop there. Take right, take left, go straight and stop